നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും എൻഡിഎ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തെത്തിയതോടെ ത്രികോണ മത്സരങ്ങൾക്കും കളമൊരുങ്ങി. വിവിധ മണ്ഡലങ്ങളിൽ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലായി ഇതുവരെ 8 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പൊതുവിപണിയിൽ കോഴിയിറച്ചി വില കുതിക്കുന്നു. റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിയിറച്ചിക്ക് ആവശ്യം വർദ്ധിച്ചതും വരാൻ പോകുന്ന ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾ മുമ്പിൽ കണ്ടുമാണ് കോഴിയിറച്ചിയുടെ ഇപ്പോഴത്തെ വില വർധനവ്. പാചകവാതക ക്ഷാമം ഹോട്ടൽ വ്യവസായത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സാഹചര്യത്തിലെത്തിയെന്ന് ഹോട്ടൽ ഉടമകൾ. വിശദമായ വാർത്തകളിലേക്ക് ആദ്യം നോക്കാം. പോരാട്ടം 2026. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും എൻഡിഎ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തെത്തിയതോടെ ത്രികോണ മത്സരങ്ങൾക്കും കളമൊരുങ്ങി. വിവിധ മണ്ഡലങ്ങളിൽ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലായി ഇതുവരെ 8 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ LDF, ഷിജോ ആന്റണി BSP എന്നിവരാണ് പത്രിക സമർപ്പിച്ചത്. ദേവികുളം മണ്ഡലത്തിൽ A രാജ LDF, ഈശ്വരൻ R LDF, S രാജേന്ദ്രൻ NDA എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉടുമ്പൻചോല മണ്ഡലത്തിൽ KK ജയചന്ദ്രൻ LDF, PK സജീവൻ BSP എന്നിവരും പീരിമേട് മണ്ഡലത്തിൽ K സലിംകുമാർ LDF എന്നിവരാണ് ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തൊടുപുഴ മണ്ഡലത്തിൽ ആരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. മാർച്ച് 23 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. ഉടുമ്പൻചോലയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് റോഡ് ഷോ നടത്തി. രാജക്കാട്ടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. KPCC മീഡിയ വക്താവായ സേനാപതി വേണു 2ാം തവണയാണ് ഉടുമ്പൻചോലയിൽ ജനവിധി തേടുന്നത്. 2016 നേരിയ ഭൂരിപക്ഷത്തിൽ നഷ്ടമായ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പ്. പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് രാജാക്കാട്ടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട്, രാജകുമാരി, സേനാപതി, ഉടുമ്പൻചോല, ശാന്തൻപാറ, നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം, വണ്ടൻമേട്, ഇരട്ടയാർ എന്നിങ്ങനെ മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകളിലൂടെ പര്യടനവും നടത്തി. കോൺഗ്രസ് നേതാക്കന്മാരായ MN ഗോപി, അരുൺ KS, മിനി പ്രിൻസ്, ബെന്നി തുണ്ടത്തിൽ, ഷിഹാബ് ഈട്ടിക്കൽ, കൊച്ചുത്രേസ്യ പൗലോസ്, കിങ്ങിണി രാജേന്ദ്രൻ തുടങ്ങിയവർ പര്യടനത്തിൽ പങ്കെടുത്തു. സിറ്റിവിഷൻ രാജകുമാരി. ദേവികുളം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണ്ഡലത്തിലെ വരണാധികാരിയായ ദേവികുളം സബ് കളക്ടർ VM ആര്യയ്ക്ക് മുമ്പാകെ എത്തിയാണ് S രാജേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സംസ്ഥാന ജില്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം എത്തിയാണ് S രാജേന്ദ്രൻ പത്രികാ സമർപ്പണം നടത്തിയത്. ദേവികുളം നിയോജകമണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന S രാജേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ 11 മണിയോടെ മണ്ഡലത്തിലെ വരണാധികാരിയായ ദേവികുളം സബ് കളക്ടർ VM ആര്യയ്ക്ക് മുൻപാകെ എത്തിയാണ് S രാജേന്ദ്രൻ പത്രിക സമർപ്പിച്ചത്. സംസ്ഥാന ജില്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം എത്തിയാണ് S രാജേന്ദ്രൻ പത്രികാ സമർപ്പണം നടത്തിയത്. ദേവികുളം മണ്ഡലത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ ഇത്തവണ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം S രാജേന്ദ്രൻ പറഞ്ഞു. മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതോടൊപ്പമുണ്ട്. അന്ന് LDF ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഇതിലുണ്ട്. ഇപ്പോൾ ഈ പാർട്ടിയിൽ അന്നു മുതൽ നേതൃത്വം നൽകിയവരും ഇപ്പമുണ്ട്. മാറ്റം ഉണ്ടായത് സമൂഹത്തോട് മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ് ഈ മാറ്റം. അതുകൊണ്ട് തീർച്ചയായും മാറ്റം ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് ഈ പ്രക്രിയ കാണിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണ ശേഷം പ്രവർത്തകർ S രാജേന്ദ്രന് സ്വീകരണം ഒരുക്കി. തുടർന്ന് പ്രവർത്തകർ ദേവികുളം ടൗണിൽ പ്രകടനം നടത്തി. S രാജേന്ദ്രന്റെ രംഗപ്രവേശനത്തിലൂടെ
BJPയെയും NDAയും ദേവികുളം മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. വലിയ മുന്നേറ്റം മണ്ഡലത്തിൽ ഉണ്ടാക്കാമെന്ന NDA നേതൃത്വവും കണക്കുകൂട്ടുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ദേവികുളം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A. രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണ്ഡലത്തിലെ വരണാധികാരിയായ ദേവികുളം സബ് കളക്ടർ VM ആര്യയ്ക്ക് മുമ്പാകെ എത്തിയാണ് A. രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സംസ്ഥാനത്ത് ഇടത് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നും ദേവികുളം മണ്ഡലം അതിനൊപ്പം ഉണ്ടാകുമെന്നും A. രാജ പറഞ്ഞു. ദേവികുളം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് A. രാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ മണ്ഡലത്തിലെ വരണാധികാരിയായ ദേവികുളം സബ് കളക്ടർ VM ആര്യയ്ക്ക് മുൻപാകെ എത്തിയാണ് അഡ്വക്കേറ്റ് A. രാജ പത്രിക സമർപ്പിച്ചത്. നിരവധിയായ LDF പ്രവർത്തകരും നേതാക്കൾക്കും ഒപ്പമെത്തിയാണ് രാജ പത്രികാ സമർപ്പണം നടത്തിയത്. സംസ്ഥാനത്ത് ഇടത് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നും ദേവികുളം മണ്ഡലം അതിനൊപ്പമുണ്ടാകുമെന്നും A. രാജ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ജനങ്ങളോട് വാഗ്ദാനങ്ങൾ മാത്രമല്ല, ആ വാഗ്ദാനങ്ങൾ നിറവേറ്റിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് ജനങ്ങളോട് ഞങ്ങൾ സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ദേവികുളം ടൗണിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായിട്ടായിരുന്നു A. രാജ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് എത്തിയത്. തുടർച്ചയായ 5ാം തവണയും മണ്ഡലത്തെ ഇടത്തോട്ട് ചേർത്ത് നിർത്താമെന്നാണ് LDFന്റെ പ്രതീക്ഷ. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും MLA എന്ന നിലയിൽ A. രാജയ്ക്ക് ആളുകളോടുള്ള മുഖപരിചയവും മണ്ഡലത്തിൽ വോട്ടാക്കി മാറ്റാമെന്ന് LDF നേതൃത്വം കണക്കുകൂട്ടുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് നടത്തിയ വിവാദ പ്രസ്താവന രാഷ്ട്രീയ രംഗത്ത് ചർച്ചയാകുന്നു. ചെറുതോണിയിൽ കൈക്കൂലി നൽകി നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾക്ക് പോലും പട്ടയം നൽകുമെന്നതാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. ഇതോടൊപ്പം LDF സർക്കാരിനെതിരെ കടുത്ത വിമർശനവും സ്ഥാനാർത്ഥി ഉന്നയിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയായി റോയ് കെ പൗലോസിനെ പാർട്ടി പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെ ചെറുതോണിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം. ചെറുതോണിപ്പുഴ കയ്യേറിയും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയുമാണ് കെട്ടിടങ്ങൾ ചെറുതോണിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഇത്തരത്തിൽ നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങൾക്കും പട്ടയം നൽകുമെന്നാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത്. ഇതോടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറുതോണിയിൽ അനധികൃതമായി നിർമ്മിച്ച ഇപ്പോൾ പാർട്ടി ഓഫീസായി പ്രവർത്തിക്കുന്ന ബഹുനില മന്ദിരവും അനധികൃതമായി തന്നെ പട്ടയം നൽകുമെന്ന പരാമർശവും വിവാദമായി. തീർച്ചയായിട്ടും കൊടുക്കുന്ന എന്താ സംശയം എന്താ ഉള്ളത്? ഇവിടെ ജില്ലയിൽ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആരും അറിയാണ്ട് നടത്തിയിട്ടൊന്നുമല്ല. ഈ നാട്ടിൽ പഞ്ചായത്തില്ല, ഈ നാട്ടില് ഉദ്യോഗസ്ഥന്മാരില്ല, ഈ നാട്ടിൽ വില്ലേജ് ഓഫീസില്ല, താലൂക്ക് ഓഫീസില്ല, കളക്ടറേറ്റ് ഇല്ല. ഇവരല്ലേ ഗവൺമെന്റിന്റെ ഭാഗം എന്ന് പറഞ്ഞത്. ഇവരാരും അറിയാണ്ടാണോ ഇവിടെ എല്ലാം 4 നില കെട്ടോ 10 നില കെട്ടോ കൊണ്ടിരിക്കും? ആരും അറിയാണ്ടാണോ? ഒരു രാത്രി കൊണ്ട് ഇതെല്ലാം കെട്ടിപ്പോക്കാൻ പറ്റും? അപ്പൊ ഇവരുടെ എല്ലാം അറിവോടെ പഞ്ചായത്തിന്റെ അനുമതി കൊടുത്തിട്ടുണ്ടാവും, വില്ലേജുകാരുടെ അനുമതി കൊടുത്തിട്ടുണ്ടാവും, ചില ഉദ്യോഗസ്ഥന്മാർ പണം വാങ്ങിച്ചിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും. നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള കർഷകദ്രോഹ നടപടികൾ UDF പിൻവലിക്കും. ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന വെറും കള്ളപ്രചരണമാണ്. ഷോപ്പ് സൈറ്റുകൾക്കും ഏലപ്പട്ടയങ്ങൾക്കും ഇതുവരെ നിർമ്മാണ അനുമതി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ഭൂപ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നതിനൊപ്പം ഇടുക്കി മെഡിക്കൽ കോളേജ് വികസനവും വിനോദസഞ്ചാര വികസനവും സാധ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് PT തോമസിന്റെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനാണ് റോയ് കെ പൗലോസിന്റെ തീരുമാനം. സിറ്റി വിഷൻ, ഇടുക്കി. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാജക്കാട്ടിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. രാജക്കാട് SHO ശ്രീകുമാരൻ നായരുടെ നേതൃത്വത്തിലാണ് രാജക്കാട് ടൗണിൽ റൂട്ട് മാർച്ച് നടത്തിയത്. രാജക്കാട് പോലീസിനൊപ്പം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും സംയുക്തമായിട്ടാണ് ടൗണിൽ റൂട്ട് മാർച്ച് നടത്തിയത്. പൊതുവിപണിയിൽ കോഴിയിറച്ചി വില കുതിക്കുന്നു. റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിയിറച്ചിക്ക് ആവശ്യം വർദ്ധിച്ചതും വരാൻ പോകുന്ന ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾ മുമ്പിൽ കണ്ടുമാണ് കോഴിയിറച്ചിയുടെ ഇപ്പോഴത്തെ വില വർധനവ്. വരും ദിവസങ്ങളിൽ ഇറച്ചിക്കോഴി വില ഇനിയും വർദ്ധിച്ചേക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൊതുവിപണിയിൽ കോഴിയിറച്ചി വില കുതിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം ഇറച്ചിക്കോഴിയുടെ വിലയിലുണ്ടായത് 40 രൂപയ്ക്ക് മുകളിലുള്ള വർധനവാണ്. നിലവിൽ ചില്ലറ വിപണിയിൽ കോഴിയിറച്ചിക്ക് വില കിലോയ്ക്ക് 165 രൂപയാണ്. റംസാന് മുമ്പ് 120 രൂപയിൽ നിന്നിരുന്ന വില നോമ്പ് തുടങ്ങിയപ്പോൾ 152, 158 എന്നിങ്ങനെയാണ് ഉയർന്നത്. നിലവിൽ 165ലേക്കും എത്തി. റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിയിറച്ചിക്ക് ആവശ്യം വർദ്ധിച്ചതും വരാൻ പോകുന്ന ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾക്ക് മുമ്പിൽ കണ്ടുമാണ് കോഴിയിറച്ചിയുടെ ഇപ്പോഴത്തെ വില വർധനവ്.
വരും ദിവസങ്ങളിൽ ഇറച്ചിക്കോഴി വില ഇനിയും വർദ്ധിച്ചേക്കുമെന്നാണ് വിവരം. ഈസ്റ്റർ ആഘോഷം അടുക്കുന്നതോടെ ഇറച്ചിക്കോഴിക്ക് ഇനിയും ആവശ്യം വർദ്ധിക്കും. തീൻമേശയിൽ കോഴി വിഭവം വിളമ്പണമെങ്കിൽ നിലവിൽ സാധാരണക്കാരന്റെ കൈ പൊള്ളും. ഇറച്ചിക്കോഴി വില വർദ്ധിച്ചത് ഹോട്ടൽ മേഖലയെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് കോഴി വിഭവങ്ങൾ വിളമ്പണമെങ്കിൽ ഹോട്ടൽ ഉടമകൾക്ക് കുതിച്ചുയരുന്ന ഇറച്ചിക്കോഴി വില അധിക ബാധ്യതയാകും. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. പാചകവാതക ക്ഷാമം ഹോട്ടൽ വ്യവസായത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് ഉടമകൾ എത്തുകയാണ്. അയൽ സംസ്ഥാനത്ത് നിന്നെത്തി ഹോട്ടലുകളിൽ തൊഴിലെടുത്തിരുന്നവർ ജോലി ഇല്ലാതായതോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഭക്ഷണ കാര്യത്തിൽ ഉറപ്പ് നൽകാൻ കഴിയാത്തതിനാൽ ടൂറിസം മേഖലയിൽ മുൻകൂട്ടിയുള്ള റൂം ബുക്കിംഗിനെയും പാചകവാതക ക്ഷാമം പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. അമേരിക്ക ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ പാചകവാതക ക്ഷാമം ഹോട്ടൽ വ്യവസായത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. പാചകവാതകം ഇല്ലാതായതോടെ കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് ഉടമകൾ എത്തി. സ്റ്റോക്ക് ഉണ്ടായിരുന്ന പാചകവാതകം തീരുന്നതാണ് പ്രതിസന്ധി. അയൽ സംസ്ഥാനത്തു നിന്നെത്തി ഹോട്ടലുകളിൽ തൊഴിലെടുക്കുന്നവർ ജോലി ഇല്ലാതായതോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പാചകവാതക ക്ഷാമം പരിഹരിച്ച കട തുറക്കുമ്പോൾ തൊഴിലാളികളെ കിട്ടാനില്ലാതെ വരുമോ എന്ന ആശങ്കയും ഹോട്ടൽ ഉടമകൾ പങ്കുവയ്ക്കുന്നു. ഈ വ്യവസായം മുന്നോട്ട് പോകാൻ ഒരു വിധത്തിലും കഴിയാത്തവണ്ണം ആയിത്തീർന്നിരിക്കുകയാണ്. മിക്കവാറും ഒരു 80% ഹോട്ടലുകളും അടഞ്ഞ നിലയിലാണ്. ഓടിപ്പോകുന്നത് തന്നെ പരിമിതമായ മെനു വെച്ചാണ് ഓടിക്കുന്നത്. വിറകൊക്കെ ഉപയോഗിക്കാനുള്ള പരിമിതികളുണ്ട് പല ഹോട്ടലുകൾക്കും. ആ നിലയ്ക്ക് ഈ വ്യവസായം വളരെ പ്രതിസന്ധിയിലാണ്. തുറന്നു പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകളും വിഭവങ്ങളുടെ എണ്ണം ചുരുക്കി. പല ഹോട്ടലുകളിലും ഉച്ചയൂണ് ലഭ്യമല്ല. അൽഫാം, ഷവർമ പോലുള്ള വേവ് കൂടിയ വിഭവങ്ങൾ പാടെ നിർത്തി. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയതോടെ ഭക്ഷണ ആവശ്യങ്ങൾക്കായി ഹോട്ടലുകളെ മാത്രം ആശ്രയിക്കുന്നവരും പ്രതിസന്ധിയിലായി. ഭക്ഷണം വിറകിൽ വേവിക്കാമെന്ന് വെച്ചാൽ വിറകിന് വില കൂടിയതിനൊപ്പം ലഭ്യത കുറവുമുണ്ട്. പല ഹോട്ടലുകളും അടച്ചതോടെ ഉടമകൾക്കൊപ്പം തൊഴിലാളികളുടെയും വരുമാനം നിലച്ചു. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ മധ്യവേനലവധി ആരംഭിച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാകും. ഭക്ഷണ കാര്യത്തിൽ ഉറപ്പ് നൽകാൻ കഴിയാത്തതിനാൽ ടൂറിസം മേഖലയിൽ മുൻകൂട്ടിയുള്ള റൂം ബുക്കിംഗിനെയും പാചകവാതക ക്ഷാമം പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തുന്ന ജില്ലാ വ്യാപാരോത്സവം 2026 പ്രതിമാസ നറുക്കെടുപ്പ് നടന്നു. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന്റെ നറുക്കെടുപ്പാണ് രാജകുമാരിയിൽ നടന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി റോയ് വർഗീസ് നറുക്കെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മാന വിതരണവും നടന്നു. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്ന പ്രതിമാസ നറുക്കെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ നറുക്കെടുപ്പ് രാജകുമാരിയിൽ നടന്നത്. ബമ്പർ സമ്മാനം ഇന്നോവ ക്രിസ്റ്റ കാറും, രണ്ടാം സമ്മാനം 5 നിയോജക മണ്ഡലങ്ങളിൽ ഓരോ മാരുതി ആൾട്ടോ കാറുകളും, പ്രതിമാസ നറുക്കെടുപ്പിൽ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയും, ദ്വൈവാര നറുക്കെടുപ്പിൽ മിക്സി, പ്രഷർ കുക്കർ, ഇൻഡക്ഷൻ കുക്കർ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകി വരുന്നത്. ജില്ലയുടെ ഉത്സവം കൈനിറയ സമ്മാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സമ്മാന ഉത്സവ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്.
ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന്റെ രാജകുമാരിയിൽ നടന്ന പ്രതിമാസ നറുക്കെടുപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി റോയി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസത്തെ പ്രതിമാസ നറുക്കെടുപ്പിന് പ്രത്യേകതയുള്ളത് ഈ വ്യാപാരോത്സവത്തിന്റെ അവസാന കാലഘട്ടത്തിലെ മാസാന്ത്യ നറുക്കെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ വ്യാപാരോത്സവം ഏതാണ്ട് മാർച്ച് 31 വരെ നീണ്ടുപോവുകയും ഏപ്രിൽ മാസം 17-ാം തീയതി തൊടുപുഴയിൽ വെച്ച് ഇതിന്റെ മെഗാ നറുക്കെടുപ്പ് നടക്കുന്നതാണ്. രാജകുമാരിയിൽ നടന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന്റെ പ്രതിമാസ നറുക്കെടുപ്പിൽ LED TV, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങി 10ഓളം സമ്മാനങ്ങളുടെ നറുക്കെടുപ്പ് നടന്നു. മാർച്ച് 30-നാണ് സമ്മാന ഉത്സവം പദ്ധതി സമാപിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് VV കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ നടന്ന നറുക്കെടുപ്പിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജോൺസൺ, യൂണിറ്റ് സെക്രട്ടറി സോജൻ വർഗീസ, മണ്ഡലം ജനറൽ സെക്രട്ടറി സജീവ് R നായർ, യൂണിറ്റ് ട്രഷറർ OA ജോൺ, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് വിവിധ കാണിക്ക സമർപ്പണം നടത്തിയവരെ ആദരിച്ചു. ഇടുക്കി ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ശ്രീ മഹാദേവി ക്ഷേത്രം. മഹാദേവി ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ക്ഷേത്രത്തിൽ നടത്തിവരാറുള്ള മീനഭരണി മഹോത്സവത്തിന് ഈ വർഷവും തുടക്കം കുറിച്ചിരിക്കുകയാണ്. മനയത്താറ്റ് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നുവരുന്ന മീനഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് വിവിധ സമർപ്പണങ്ങൾ നടത്തിയവരെയാണ് ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. മതിൽ സമർപ്പണം നടത്തിയ ഗോപി കടുകുമായ്ക്കൽ, സുധാകരൻ കടുകുമാക്കൽ, രാധാഗോപി വടക്കേക്കര, കവാടം മെയിന്റനൻസ് ഗേറ്റ് എന്നിവ സമർപ്പിച്ച അനൂപ് BG വല്ലാർക്കോട്ട്, സ്റ്റേജ് ഫ്രണ്ട് കർട്ടൻ എന്നിവ സമർപ്പിച്ച ബിജു ഉള്ളോലിക്കൽ, ക്ഷേത്രം തിരുമുറ്റം ടൈൽ വിരിച്ച് സമർപ്പിച്ച കൃഷ്ണപിള്ള ആലാട്ട്, മണിമണ്ഡപം സമർപ്പണം നടത്തിയ മുരുകൻ മുരുകവിലാസം എന്നിവരെയാണ് ആദരിച്ചത്. ക്ഷേത്രം മേൽശാന്തി TS സതീഷ് ശാന്തികൾ, ക്ഷേത്രം ശാന്തി സാബിൻ എന്നിവരുടെ കാർമ്മികത്വത്തിലുമാണ് പൂജാതി കർമ്മങ്ങൾ നടന്നുവരുന്നത്. പ്രസിഡന്റ് ബിജു മുണ്ടോടത്തിൽ, വൈസ് പ്രസിഡന്റ് MK വിജയൻ, സെക്രട്ടറി VR സജി, ജോയിന്റ് സെക്രട്ടറി ബിജു വടക്കുംപാണാൽ, ഉത്സവ കമ്മിറ്റി ചെയർമാൻ VC സജിത, കൺവീനർ CA അനീഷ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, സേനാപതി. വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ദേവി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊങ്കാല സമർപ്പണത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് സ്ത്രീകൾ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു. ഹൈറേഞ്ചിലെ അതിപുരാതനമായ ആദിവാസി ക്ഷേത്രമായ ഈ ക്ഷേത്രത്തിന്റെ മീനഭരണി മഹോത്സവം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ്. ഹൈറേഞ്ചിലെ പുരാതന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ദേവീക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം സമാപിച്ചു. ശിലായുഗ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളായ മുനിയറകൾ ഉൾപ്പെടെ ചരിത്ര പൈതൃക സമ്പന്നമായ ഈ ക്ഷേത്രം ആദിമകാലത്ത് ആദിവാസി സമൂഹങ്ങൾ പൂജ നടത്തി വന്നിരുന്ന വിശുദ്ധ സ്ഥാനമായിരുന്നു. 20 രാവിലെ 5 മണിക്ക് മേൽശാന്തി വിമൽ കുമാർ ശാന്തിയുടെ നേതൃത്വത്തിൽ പള്ളി ഉണർത്തൽ ചടങ്ങുകളോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത്. ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു പൊങ്കാല സമർപ്പണം. 100 കണക്കിന് സ്ത്രീകളാണ് പൊങ്കാല സമർപ്പണം നടത്തിയത്. നമ്മുടെ വെള്ളാപ്പാറ മഹേശ്വരി ദേവി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് 3-ാം ദിവസമായ ഇന്ന് ഭരണി നാളില് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ പൊങ്കാല എന്ന് പറഞ്ഞാൽ പണ്ട് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇതിൻ്റെ തുടക്കം. അതിനുശേഷം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അത് ആചാരപൂർവ്വം നമ്മൾ അമ്മയ്ക്ക് ഭക്തരുടെ കൈകൊണ്ട് തന്നെ നിവേദ്യം വെച്ച് നൽകി അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്ന വഴിപാടാണ് പൊങ്കാല. ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ഒരുക്കുന്നതിന് ക്ഷേത്രം ഭരണസമിതി കാലേക്കൂട്ടി തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ഇന്ന് ഈ പൊങ്കാല സമർപ്പണത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് താലപ്പൊലി ഘോഷയാത്രയും 7 മണിക്ക് വിശേഷ ദീപാരാധനയും അത്താഴപൂജയും തുടർന്ന് വടക്കുംപുറത്ത് വലിയ ഗുരുതിയും നടന്നു. ഐഡിയ സ്റ്റാർ സിംഗേഴ്സ് ഫെയിം അഭിലാഷ് ചങ്ങനാശ്ശേരി നയിക്കുന്ന ഗാനമേളയും ഉത്സവത്തിന്റെ ആഘോഷ പരിപാടികൾക്ക് മിഴിവ് പകർന്നു. മഹോത്സവവുമായി ബന്ധപ്പെട്ട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് PN സതീശൻ, ക്ഷേത്രം പ്രസിഡന്റ് TA ആനന്ദകുമാർ, സെക്രട്ടറി അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് PK ജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി.
പൈനാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. വർണ്ണശബളമായ ഉത്സവ എഴുന്നള്ളത്ത് താലിപ്പൊലി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ അണിനിരന്നു. പഞ്ചപാണ്ഡവന്മാരുടെ വനവാസകാലത്തെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന അതിപുരാതന ക്ഷേത്രമായ പൈനാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. പ്രതിഷ്ഠാദിന മഹോത്സവമായ ശനിയാഴ്ച രാവിലെ 5:30 പള്ളി ഉണർത്തലോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. നിർമാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, പന്തിരടി പൂജ, കലശപൂജ, കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് നടന്ന അന്നദാനത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. വൈകിട്ട് 5:30 ഉത്സവ എഴുന്നള്ളത്തിനോടനുബന്ധിച്ച താലപ്പൊലി ഘോഷയാത്രയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഭക്തർ അണിനിരന്നു. തുടർന്ന് കൈകൊട്ടിക്കളി ഉൾപ്പെടെയുള്ള കലാവിരുന്നുകളും ഉണ്ടായിരുന്നു. രാത്രി 8 മണിക്ക് സിനിമ സീരിയൽ താരം പുന്നപ്പറ മനോജ് അവതരിപ്പിച്ച നാടൻപാട്ടും ദൃശ്യവിരുന്നും പരിപാടികൾക്ക് മിഴിവ് പകർന്നു. ക്ഷേത്രം പ്രസിഡന്റ് MT അർജുനൻ, വൈസ് പ്രസിഡന്റ് B ബിനു, സെക്രട്ടറി C രാജു പൈനാവ്, ട്രഷറർ TA ജ്യോതിഷ്, ജോയിന്റ് സെക്രട്ടറിമാരായ R മനോജ്, TK ബാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ, വെള്ളി ഗ്രാമിന് 250 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. NDA സ്ഥാനാർത്ഥികളും മത്സര രംഗത്തെത്തിയതോടെ ത്രികോണ മത്സരങ്ങൾക്കും കളമൊരുങ്ങി. വിവിധ മണ്ഡലങ്ങളിൽ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലായി ഇതുവരെ 8 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പൊതുവിപണിയിൽ കോഴിയിറച്ചി വില കുതിക്കുന്നു. റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിയിറച്ചിക്ക് ആവശ്യം വർദ്ധിച്ചതും വരാൻ പോകുന്ന ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾ മുമ്പിൽ കണ്ടുമാണ് കോഴിയിറച്ചിയുടെ ഇപ്പോഴത്തെ വില വർധനവ്. പാചകവാതക ക്ഷാമം ഹോട്ടൽ വ്യവസായത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സാഹചര്യത്തിലെത്തിയെന്ന് ഹോട്ടൽ ഉടമകൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.